സ്ഥിരമുള്ള ഭാഗവതം ക്ലാസ്. ജയരാധ പ്രഭു പാടണോ? പ്രഭു പാടിക്കും. വ്രജ ഗോപ ഗോപീ രമണ, 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 വ്രജ ഗോപ ഗോപീ രമണ. കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ. സുഗന്ധ കസ്തൂരി തിലക, സുഗന്ധ കസ്തൂരി തിലക, അതിസുഗന്ധ കസ്തൂരി തിലക, അതിസുഗന്ധ കസ്തൂരി തിലക. മധുര മുരളീധര നാദയ ദുനാദ, മധുര മുരളീധര നാദയ ദുനാദ, മധുര മുരളീധര നാദയ ദുനാദ, മധുര മുരളീധര നാദയ ദുനാദ. രമണ കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ, കൃഷ്ണചന്ദ്ര ജയ രാധാരമണ. രാധാരമണ ഗോവിന്ദ, 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 രാധാരമണ ജയരാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയരാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി. ജയ യശോദനന്ദന, ജയ വ്രജജനനന്ദന, ജയ യശോദനന്ദന,
वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमः आचार्यपादाय निताय कृपाप्रदायिने गौरगदादामदाय नगरग्रामतारिणे। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം നമ്മുടെ കഴിഞ്ഞു. ദ്വിതീയ സ്കന്ധത്തിൽ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടാ. അപ്പോൾ ഭാഗവതം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാധാകൃഷ്ണ സ്വരൂപം തന്നെയാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ
ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധാണ്. നമ്മൾ ഭാഗവതം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട്. ഭാഗവതം നമുക്ക് 12 സ്കന്ധമാണുള്ളത് കേട്ടോ. 18 ബുക്കുണ്ട്, 12 സ്കന്ധം. അതിൽ 1-ാമത്തെ സ്കന്ധം നമ്മൾ കഴിഞ്ഞു. 2-ാമത്തെ സ്കന്ധമാണിത്, ദ്വിതീയ സ്കന്ധം എന്ന് പറയുന്നത്. അതിൽ 8-ാമത്തെ അധ്യായമാണ്. അതിൽ നമ്മൾ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ അന്വേഷണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഈ അധ്യായത്തിൽ 29 ശ്ലോകങ്ങളാണുള്ളത്. അത് മൊത്തം ഒരു സമ്മറി ആയിട്ട് ചെറുതാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ പരീക്ഷിത് മഹാരാജാവ്? ശുഗമഹർഷി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ ഭക്തന്മാർ എഴുതിയ ഒരു പുസ്തകമാണിത് ഭാഗവതം. ഈ ഭാഗവതം ആദ്യമായിട്ട് പറഞ്ഞത് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞിട്ടുള്ള ഒരു മഹാഭക്തന്റെ വേണ്ടിയാണ് പറഞ്ഞത്. പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി മുഴുവൻ ഭരിച്ച കലിയുഗത്തിന് തൊട്ട് മുൻപ് വരെ, കലിയുഗത്തിന്റെ ഏറ്റവും അവസാനം ഭരിച്ച, കലിയുഗത്തിന് മുൻപ്, കലിയുഗം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഭൂമി ഭരിച്ചിട്ടുള്ള മഹാരാജാവാണ് ആരാണ്? പരീക്ഷിത് മഹാരാജ്. പരീക്ഷിത് മഹാരാജ് പറഞ്ഞാൽ പാണ്ഡവർ കേട്ടിട്ടുണ്ടോ? പഞ്ചപാണ്ഡവർ കേട്ടില്ലേ? പാണ്ഡവരുടെ അവസാനത്തെ സന്തതിയാണ് അഭിമന്യുവിന്റെ. അർജുനൻ കേട്ടിട്ടുണ്ടല്ലോ? പാണ്ഡവരിലെ അർജുനന്റെ മകനായിട്ടുള്ള അഭിമന്യുവിന്റെ മകനാണ് ആര്? പരീക്ഷിത് മഹാരാജ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ടൈമിലാണ് ഈ ഭാഗവതം ഉപദേശിക്കുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടി. കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ശാപം കിട്ടിയത് കേട്ടിട്ടുണ്ടോ? പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു, അവസാന ഘട്ടമൊക്കെ ആയിട്ട് ഏകദേശം. അപ്പോൾ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത്, കലിയൊക്കെ ആരംഭിക്കുന്നതിന് മുൻപാണ്, നമ്മുടെ പണ്ടൊക്കെ രാജാക്കന്മാർ ഭൂമി മുഴുവനാണ് ഭരിച്ചിരുന്നത്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് അമേരിക്ക വേറെ, ഇന്ത്യ വേറെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഭൂമി മുഴുവൻ ഒറ്റ രാജാവ്. ശ്രീരാമനും അങ്ങനെയാണ്, ഭൂമി മുഴുവനാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇദ്ദേഹം. അപ്പോൾ കാടൊക്കെ ഇവരുടെ അണ്ടറിലാണ്. അപ്പോൾ കാട്ടിലിങ്ങനെ ഈ നായാട്ടിനായിട്ട് പരീക്ഷിത് മഹാരാജാവ് പോണ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ ആയി. അപ്പോൾ നല്ല ദാഹം തുടങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് നോക്കുകയാണ്, എവിടെയെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണ സമയത്ത് ഒരു ആശ്രമം കാണുന്നു. ആ ആശ്രമത്തിൽ ഒരു മഹർഷി തപസ് ചെയ്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശമീകി മഹർഷി എന്നാണ്. എന്താണ്? ശമീകി കൊണ്ടൊരു മഹർഷി തപസ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം വെള്ളം ചോദിക്കും. ആ മഹർഷിയാണ് ധ്യാനത്തിലിരിക്കുന്ന കാരണം ഇത് കേൾക്കില്ല. അന്നത്തെ പോലെ നമ്മുടെ പോലത്തെ ധ്യാനമല്ല. അന്നത്തെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഭൂമിയെ ഓർമ്മയുണ്ടാവില്ല. അവരുടെ മേലെ പാമ്പൊക്കെ അരിച്ചാൽ അവരറിയില്ല അല്ലേ? നമുക്കൊരു കൊതു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ധ്യാനം പോകും അല്ലേ? പക്ഷെ നമ്മുടെ കലിയുഗത്തിൽ നമുക്ക് അത്രയുള്ളൂ, നമുക്ക് സാധിക്കില്ല അതുപോലെ ധ്യാനത്തിലിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഋഷിമാർ പറഞ്ഞ ധ്യാനത്തിലിരുന്ന ഈ ഭൗതിക ലോകത്തിലൊന്നും അറിയില്ല. അപ്പൊ ഈ രാജാവ് വെള്ളം ചോദിക്കണമൊന്നും ആരും അറിയണില്ല, ഈ ശമീക ഋഷി അറിയണില്ല. രാജാവിനാണെങ്കിൽ ദാഹിച്ച് വലഞ്ഞു കാരണം ദേഷ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയാ, തന്നെ റെസ്പെക്ട് ചെയ്യണില്ല. ഈ മഹർഷി എന്നെ ബഹുമാനിക്കില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ തോന്നുന്ന ഒരാളല്ലായിരുന്നു പരീക്ഷിത് മഹാരാജ. പറഞ്ഞ മഹാഭക്തനാണ് കൃഷ്ണന്റെ, പാണ്ഡവ കുലത്തിലെ അവകാശിയാണ്. അദ്ദേഹത്തിന് വളരെ വിനയുള്ള രാജാവാണ്. പക്ഷെ എന്തോ അല്ലേ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കലിയുഗത്തിന്റെ ആരംഭം വരികയാണ്, കലി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും കലശലായി വന്നപ്പോൾ ദേഷ്യം വന്നു. ആരോടെ ദേഷ്യം വന്നു? ഈ ഋഷിയോട് ദേഷ്യം വന്നു. ഞാൻ എന്നൊക്കെ ഒരു ഭാവമൊക്കെ വന്നു, എന്നെ ബഹുമാനിച്ചില്ല എന്നൊക്കെ തോന്നി അല്ലേ? വിനാശകാല വിപരീത ബുദ്ധി. നമുക്ക് ദോഷം വരുമ്പോഴാണ് നമുക്ക് വിനയൊക്കെ പോയി അഹങ്കാരമൊക്കെ തോന്നുന്നത്. ഈ പരീക്ഷിത് മഹാരാജാവിന് അങ്ങനെ തോന്നി. പക്ഷെ ഇതൊക്കെ പരീക്ഷിത് മഹാരാജാവിന് തോന്നി ശരിക്കും അഹങ്കാരത്തിലല്ല. അദ്ദേഹത്തിന് അല്ലെ ഒരു പ്ലാൻ ഉണ്ട് ഭഗവാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട്. അതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ തോന്നിച്ചത്. അദ്ദേഹം അപ്പൊ ദേഷ്യത്തില് ഒരു ചത്ത പാമ്പ് കിടക്കണ്ടായിരുന്നു വേലിയില്. ആ പാമ്പിന്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിലിട്ടു, ഈ ശമീകി ഋഷിയുടെ കഴുത്തിലിട്ടു. ഇത് അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ, 12 വയസ്സേ ഉള്ളൂ, ഈ ശമീകി ഋഷിയുടെ മകൻ, ബ്രാഹ്മണകുമാരൻ, ശൃംഗി എന്നാണ് പേര്. അച്ഛന്റെ കഴുത്തിൽ ആരോ പാമ്പിട്ടു എന്നറിഞ്ഞു ഏതോ രാജാവ്. ഇദ്ദേഹം ഇതിട്ട് ദേഷ്യം വന്നിട്ട് തിരിച്ചു പോയി രാജാവ്. ഈ ബ്രാഹ്മണകുമാരുടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ അച്ഛന്റെ കഴുത്തില് ഏതോ ഒരാൾ പാമ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രാഹ്മണകുമാരൻ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ എന്റെ അച്ഛന്റെ കഴുത്തില് ഈ ചത്ത പാമ്പിനിട്ടത് അവൻ 7 ദിവസം കൊണ്ട് തക്ഷണം കൊത്തി മരിക്കട്ടെ എന്ന് ശപിച്ചു. ബ്രാഹ്മണന്റെ ശാപം. ഈ ശാപം കേട്ടിട്ടാണ് ആര് ഉണർന്നത്? ഈ ശമീകി ഋഷി ഉണർന്നത്. ശമീകി ഋഷിക്ക് ഭയങ്കര വിഷമായി. ഈ രാജ്യം മുഴുവൻ, ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന മഹാഭക്തനായ രാജാവിനെ നീ എന്തിനാ ശപിച്ചു ചോദിച്ചു. നീ ശാപിക്കുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ ആരാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? ശമീകി ഋഷി വളരെ ശാന്തനും അല്ലേ? അതാണ് ഭക്തന്റെ ഒരു ക്വാളിറ്റി.
അദ്ദേഹത്തിന്റെ കഴുത്തിൽ പാമ്പിട്ടിട്ട് അദ്ദേഹത്തിന് ഒരു വിഷമമില്ല അല്ലേ? ഭക്തന്മാർക്ക് ശരിയായ ഭക്തന്മാർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പൊ ശമീക ഋഷി വന്നിട്ട് ധ്യാനത്തിലിരുന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് മുഴുവൻ അദ്ദേഹത്തിന് മനസ്സിലായി. ദാഹം കൊണ്ട് വലഞ്ഞു വന്ന രാജാവിനെ അദ്ദേഹം ധ്യാനത്തിൽ കണ്ടു, ഈ ദേശത്തിൽ ഇങ്ങനെ ഇട്ടതൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. കാരണം ഇങ്ങനൊരു മഹാഭക്തനായ രാജാവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭൂമിയിലെ അനാഥമാവും. പിന്നെ വൃത്തികെട്ട ആളുകൾ ഭരണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഋഷിമാർക്കൊന്നും സന്തോഷം ഉണ്ടാവില്ല. ഇതുപോലുള്ള ഭക്തന്മാർ ഭരിച്ചാലേ ഭക്തർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് എപ്പോഴും വിഷമായിരിക്കും. ഇവിടെ നമ്മുടെ ഋഷിമാരെയൊക്കെ ഉപദ്രവിക്കും, അസുരന്മാരൊക്കെ. ഹിരണ്യകശിപൊക്കെ വന്നിട്ട് കേട്ടിട്ടില്ലേ അല്ലെ? ആരാണ് വിഷ്ണുവിന്റെ നാമം ചെല്ലുന്നത് അവരെ കൊല്ലുക. അങ്ങനെയായിരുന്നു. നമ്മളോട് തന്നെ വൃന്ദാവനത്തിലൊക്കെ ഈ ഔറംഗസീബ് വന്നിട്ട് വൃന്ദാവനത്തിൽ അമ്പലമൊക്കെ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. എത്രയോ അമ്പലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഭക്തന്മാര് രാജ്യം ഭരിക്കാതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെ വിഷമായി. തന്റെ മകൻ കാരണം ഈ രാജാവ് മരിക്കാൻ പോലെ എന്ന് ആലോചിച്ചിട്ട് രാജാവിനോട് ചെന്ന് പറയാണ് ശമീക മഹർഷി, രാജാവേ ഇങ്ങനൊരു ശാപം അങ്ങേക്ക് എന്റെ മകൻ കൊടുത്തുപോയി, എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ രാജാവ് പറഞ്ഞു, സാരില്ല, ഒരു വിഷമവും ഇല്ല, അങ്ങോട്ട് ചെയ്തതിന് എനിക്കിത് കിട്ടിയാൽ പോരാന്ന് പറയും. രാജാവിന് സങ്കടം മരണത്തെ ആലോചിച്ചിട്ടല്ല, ഈ ഋഷിയോട് ഞാൻ തെറ്റ് ചെയ്ത് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ രാജാവ് ഋഷിയുടെ കാലം പിടിക്കും അല്ലേ? ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഇനി ആകെ 7 ദിവസമുള്ളൂ. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ശാപമൊക്കെ മാറ്റാം, മഹാഭക്തനാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇദ്ദേഹം അത് ചെയ്തില്ല. എന്തായാലും നമുക്ക് മരണം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കും. അപ്പൊ എനിക്കിങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടാ മരിക്കാൻ വിധിയെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് ഈ രാജാവ് വിചാരിക്കും. രാജാവ് എന്ത് ചെയ്ത് വെച്ചാൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് വലിയ വലിയ ഋഷിമാരോട് അന്വേഷിക്കാൻ പോകണം. അപ്പോഴാണ് ഒരു ഋഷിമാര് പറയുന്നത്, ഭാഗവതം കേൾക്കണം, ഭഗവത് ലീലകളാണ് നമ്മൾ കേൾക്കേണ്ടത് അല്ലെ? ഇവിടെ ഇരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും മരിക്കാൻ പോകുമ്പോഴും ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? ഭഗവാന്റെ ലീലകൾ കേൾക്കുക. അതാണ് ഏറ്റവും സന്തോഷം നമുക്ക് ഉണ്ടാവുക. എന്താ കാരണം? നമ്മളൊക്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അംശങ്ങളാണെന്നാ പറയണത്. മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ അംശമാണ് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഭഗവാന്റെ അംശമായ നമുക്ക് സന്തോഷം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ലീലകൾ, ഭഗവാനായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. ബാക്കി എന്തൊക്കെ കിട്ടിയാലും നമുക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ സത്യത്തിൽ സന്തോഷം അഭിനയിക്കുകയാണല്ലോ അല്ലേ? നല്ല നല്ല സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ടെന്ന് നമുക്ക് വെറും തോന്നലാണ്. ശരിക്കും നമുക്ക് അതിൽ സന്തോഷമില്ല. കാരണം നമുക്ക് യഥാർത്ഥ സന്തോഷം ഭഗവാന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ മഹാരാജാവ് അന്വേഷിച്ചപ്പോൾ എന്താണ്? ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ പോകണം. അപ്പൊ ഇദ്ദേഹത്തിന് 7 ദിവസമുള്ള ടൈം അല്ലെ? അപ്പൊ 7 ദിവസം കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ കേൾക്കാനായിട്ട് ഗംഗാ തീരത്ത് വന്നിരുന്ന എല്ലാ ഋഷിമാരെയും ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചിട്ട് ഇദ്ദേഹം ഉപവാസം 7 ദിവസം ജലപാനം, ഭക്ഷണം പിന്നെ വെള്ളം പോലും കുടിക്കില്ല എന്ന് തീരുമാനിച്ചു. മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ച ഇദ്ദേഹം വീടും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഗംഗാ തീരത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അതായത് വ്യാസ മഹർഷി എന്ന് കേട്ടിട്ടുണ്ട്. വ്യാസദേവൻ ഭാഗവതം എഴുതിയ ആളാണ് ആര്? വ്യാസ മഹർഷി. അതായത് നാരദ മഹർഷിയുടെ ശിഷ്യനാണ് ആര്? നാരദൻ എന്ന് കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും? നാരായണ നാരായണ എന്ന് ജപിച്ചു പോണ ആളാണ് നാരദൻ. നാരദ മഹർഷിയുടെ ശിഷ്യനാണ് വ്യാസ മഹർഷി. വ്യാസ മഹർഷിയുടെ മകനാണ് ആര്? ശുഗ മഹർഷി. 16 വയസ്സുള്ള ബാലനാണ്. അപ്പൊ ഈ ശുഗ മഹർഷി ഈ സമയത്ത് ഇങ്ങനെ വരികയാണ് ഗംഗാതീരത്ത്. അപ്പോൾ കൂടിയിരുന്ന എല്ലാ മഹർഷിമാരും പറഞ്ഞു, ഭാഗവതം പറയാൻ ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ് ആര്? ശുഗ മഹർഷി. ഇദ്ദേഹം ഗോലോകത്ത് തന്നെ വന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ ലോകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ശുഗ മഹർഷി. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ആ വ്യാസാസനത്തിൽ, ഇതാണ് വ്യാസാസനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തിനാണ് വ്യാസാസനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് 16 വയസ്സുള്ള ബാലനെ ഇരുത്തും. ആരാണ്? ശുഗ മഹർഷി, ശുഗ ദേവ ബ്രഹ്മർഷി. അപ്പൊ ഇദ്ദേഹം ആണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുക. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധ മഹാരാജാവ്. ആ ഭാഗവതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ അവിടെ ഇരുന്ന ഒരുപാട് ഋഷിമാര് ഈ പരിശുദ്ധ മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഋഷിമാര്, നാരദൻ അങ്ങനെയുള്ള ഋഷിമാരൊക്കെ ഉണ്ടായിരുന്നു, സൂത ഗോസ്വാമി അങ്ങനെയുള്ള ഋഷിമാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഋഷിമാർ അവിടെ നിന്ന് കേട്ടിട്ട് പിന്നീട് വീണ്ടും ചർച്ച ചെയ്യുന്നതാണ് ഈ ഭാഗവതം. മനസ്സിലായി? അപ്പൊ പരിശുദ്ധ മഹാരാജ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആരോടെ ചോദിക്കുന്നത്? ഈ ശുഗ മഹർഷിയോട് അല്ലെ? ആ ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്, 8ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ. ഈ അദ്ദേഹത്തിന് 29 ശ്ലോകമുള്ളത്. അതിൽ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ മഹാരാജാവ് ശുഗ മഹർഷിയോട് ചോദിക്കുന്നത്, നാരദ മഹർഷി ആരുടെ മുമ്പിലാണ് സംസാരിച്ചത് എന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതായത് ഈ കൃഷ്ണ ഭഗവാൻ ആദ്യം ഇത് പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവിനെ എല്ലാവരും കേട്ടിട്ടില്ലേ?
ബ്രഹ്മാവാണ് നമ്മളെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച വ്യക്തി. ആരാണ്? ബ്രഹ്മാവ്. ശിവനാണ് സംഹരിക്കുന്നത്, നമുക്കറിയാം അല്ലെ. സ്ഥിതി നടത്തുന്നത് വിഷ്ണുവാണ്. ഈ 3 പേരറിയാം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. അതിൽ ബ്രഹ്മാവാണ് ആദ്യം ഉണ്ടായ ജീവസത്ത, ജീവൻ, ജീവാത്മാവ്, നമ്മളെ പോലുള്ള ഒരു ജീവനാണ് അദ്ദേഹം. അതില് ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തില് ആദ്യമായിട്ടുണ്ടാകുന്ന ജീവസത്താരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എങ്ങനെ ഉണ്ടായത്? ഭഗവാൻ വിഷ്ണുവിന്റെ നാഭി പറഞ്ഞ എന്താ? പൊക്കിൾ കൊടി, അവിടെ നിന്ന് ഒരു താമര വരും. ആ താമരയിലാണ് ഈ ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പൊ ബ്രഹ്മാവിന് ഇത് എന്താ സംഭവം ഒന്നും അറിയില്ല. ജനിച്ചത് എന്തിനാണെന്നോ ഞാൻ ആരാണെന്നോ ഒന്നും അറിയില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ നോക്കുമ്പോ ഒന്നും കാണാനില്ല ചുറ്റും. ഒരു താമര കണ്ടുണ്ട്, അതിന്റെ മുകളിൽ താമരയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. ഇത് മാത്രമേ ബ്രഹ്മാവിന് അറിയുള്ളൂ. അപ്പൊ ബ്രഹ്മാവ് ഒരുപാട് വിഷമിച്ചു. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്തിനാ അവിടെ ജനിച്ചത്? അവിടെ ആരെയും കാണാനില്ലല്ലോ. ആദ്യമായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ആരെയും കാണില്ലല്ലോ. അങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് അദ്ദേഹം വ്യസനിച്ചപ്പോ അദ്ദേഹത്തിന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ്? തപ തപ, തപസ് ചെയ്യൂന്ന്. അതാണ് തപ എന്ന് പറഞ്ഞ അർത്ഥം. ആ തപസ് ചെയ്താലേ ഇവൻ ആരാണെന്ന് ഇവർക്ക് അറിയുള്ളൂ. ബ്രഹ്മാവ് ആരാണെന്ന് ബ്രഹ്മാവിന് അറിയണമെങ്കിൽ ബ്രഹ്മാവ് വന്നിട്ട് തപസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ബ്രഹ്മാവ് വന്നിട്ട് തപസ് ചെയ്തു. 1000 ചതുർയുഗങ്ങളോളം തപസ് ചെയ്തപ്പോ ഭഗവാന്റെ മുന്നില് വിഷ്ണു, കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനായി. ആ ഭഗവാന്റെ രൂപമൊക്കെ ഭംഗിയൊക്കെ കാണണം. എന്തിനാ ഞാൻ ജനിച്ച്, ഞാൻ ആരാണെന്ന് അപ്പോഴാണ് മനസ്സിലാവണം. ബ്രഹ്മാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ആരാണ് നീ, ഞാൻ ആരാണ്, ഈശ്വരൻ എന്താണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, മുഴുവനായിട്ട് ബ്രഹ്മാവിന് ആരാ പറഞ്ഞു കൊടുക്കണേ? കൃഷ്ണ ഭഗവാൻ വിഷ്ണു രൂപത്തിൽ, വിഷ്ണു മൂർത്തിയില്, ഗർഭോദകശായ വിഷ്ണുവിന്റെ രൂപത്തിലാണ് ഭഗവാൻ വന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഭഗവാന്റെ ഭംഗി അങ്ങനെ നിന്ന് കാണണം. ആര്? ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ഈശ്വരനെ കണ്ടിട്ടുള്ളത്. നമ്മൾ ആരും കണ്ടിട്ടില്ല. ആരാ കണ്ടത്? നമ്മുടെ മുതുമുത്തശ്ശൻ അല്ലേ. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് കണ്ടു. അപ്പൊ ബ്രഹ്മാവിന് മനസ്സിലായി ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ബ്രഹ്മസംഹിത പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതില് ഭഗവാൻ ആരാന്ന് പറയണ്ടേ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമമായ ഈശ്വരൻ ആരാണ്? കൃഷ്ണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രൂപം എന്താണെന്ന് ബ്രഹ്മാവ് പറയുന്നത്. എന്താണ്? വേണും കുണന്തമരവിന്ദദളായ ദാശം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമകം ഭജാമി. അദ്ദേഹം വേണു പിടിച്ചിട്ടുണ്ട് മുരളി അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണെങ്ങനെയാണ്? അരവിന്ദം, അതായത് താമര ഇതൾ പോലെ ചെവിവരെ നീണ്ട കണ്ണുകളാണ് ഭഗവാന്റെ. ശ്യാമവർണ്ണമാണെന്ന് അദ്ദേഹത്തിന്റെ. എന്താണ്? പുതു കാർമേഘത്തിന്റെ നീലയും കറുപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു വർണ്ണമാണ് കൃഷ്ണ ഭഗവാന്റെ. അദ്ദേഹം ശ്യാമം ത്രിഭംഗ ലളിതം, 3 വളവോട് കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. കോടിക്കണക്കിന് കാമദേവന്മാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ്! അതേ ഭംഗിയാണ് ഒറ്റയ്ക്ക് ഭഗവാനെ കാണും. ഒരു കാമദേവൻ തന്നെ അതിസുന്ദരനാന്നുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരാളാണ് കാമദേവൻ. അദ്ദേഹം അങ്ങനത്തെ കോടിക്കണക്കിന് കാമദേവന്മാർ ഒന്നിച്ച ഒരാൾ നിൽക്കുമ്പോൾ ഒരു സൗന്ദര്യം എന്തായിരിക്കും? അത്രയും ഭംഗിയാണ് കൃഷ്ണ ഭഗവാൻ. ഇതൊക്കെ ആരാ പറയണേ? ബ്രഹ്മാവ്. മനസ്സിലായി? അപ്പൊ ബ്രഹ്മാവിനാണ് ആദ്യം ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചത്. ബ്രഹ്മാവ് വന്നിട്ട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആരാണ്? അദ്ദേഹത്തിന്റെ മകൻ ആരാണ്? നാരദനെ ഉപദേശിച്ചു. മനസ്സിലായോ? നാരദൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള വ്യാസദേവനെ ഉപദേശിച്ചു. ഇതാണ് പരമ്പര ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? ഈ വ്യാസദേവന്റെ മകനായിട്ടാണ് ആര് വന്നത്? ശുഗമഹർഷി. ഇപ്പൊ നമ്മൾ ശുഗദേവൻ പറയില്ലേ, ആ ശുഗദേവനെ ഉപദേശിച്ചു. ആ പരമ്പര. അപ്പൊ ഈ ശുഗദേവനാണ് ഇപ്പൊ നമുക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കണേ? പരിഷിത്ത് മഹാരാജന്. അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? പരിഷിത്ത് ആരാന്ന് കിട്ടിയ ആൾക്ക് കിട്ടിയ ശാപം മനസ്സിലായി. ശാപം കിട്ടിയപ്പോ എന്താ ചെയ്യണമെന്ന് അറിയാണ്ടായപ്പോ ഋഷിമാര് പറഞ്ഞു ഭഗവാനെ കുറിച്ച് കേൾക്കാൻ. അപ്പൊ ആരാ പറഞ്ഞു തരാൻ വരുന്നത്? ഈ പരമ്പരയുള്ള ഒരു ആചാര്യനാണ് ശുഗമഹർഷി വന്നു. അപ്പൊ ഇത് ആരുടെ മുന്നിലാണ് നാരദ മഹർഷി സംസാരിച്ചതാണ് പരിഷിത്ത് മഹാരാജ് ആരോട് ചോദിക്കുന്നത്? ശുഗദേവ മഹർഷിയോട് ചോദിക്കുന്നു. കാരണം പറഞ്ഞത് ബ്രഹ്മാവിൽ നിന്നാണ് നാരദന് കിട്ടിയത്. ബ്രഹ്മാവിന് സ്വയം ഭഗവാനിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആ ശ്രോതാക്കൾ ആരെന്നറിയാൻ പരിഷിത്ത് മഹാരാജ് ആഗ്രഹിച്ചു. പരിഷിത്ത് മഹാരാജ് വിചാരിക്കുന്നത് ഈ ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ജ്ഞാനം ഈ നാരദ മഹർഷി ആർക്കാണ് പറഞ്ഞു കൊടുത്തതെന്ന് കേൾക്കാനുള്ള ഉത്സാഹമാണ്. ആർക്ക്? പരീക്ഷത്തിന് കേട്ടാ. പരീക്ഷത്തിന്റെ ഉത്സാഹമാണ്. അപ്പൊ നമ്മൾ ഗുരുശിഷ്യ പരമ്പരയിലൂടെ അവരോഹണം ചെയ്ത ജ്ഞാനമാണ് നാരദ മഹർഷിയിലൂടെ വരുന്നത്. ഇപ്പൊ നമുക്ക് ഈ കിട്ടുന്ന ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവരോഹണം പറഞ്ഞെന്താ? ആരോഹണം അവരോഹണം നമ്മൾ പഠിച്ചിട്ടില്ല. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. മോളിൽ നിന്ന് താഴേക്ക് വരുന്നതിനെയാണ് അവരോഹണം എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ ഭക്തി ജ്ഞാനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട്, മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു പരമ്പര വഴിയാണ് നമുക്കിത് വന്നിട്ടുള്ളത്.
അപ്പോൾ അത്ഭുത ശക്തികളുടെ അധിപനായ ഭഗവാന്റെ ലീലകളെ കുറിച്ച് അറിയാൻ പരിശുദ്ധ മഹാരാജാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മഹാരാജാവിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? ഭഗവാന്റെ ലീലകൾ അറിയണം അല്ലെ. ഭഗവാൻ എങ്ങനെയുള്ള ആളാന്നാ പറഞ്ഞത്? അത്ഭുത ശക്തികളുടെ അധിപൻ അല്ലെ. അത്ഭുത ശക്തികളുടെ അധിപനാണ് ആര്? ഭഗവാൻ. ആ ഭഗവാന്റെ ലീലകൾ അറിയാനായിട്ട് പരിശുദ്ധ മഹാരാജ് ആഗ്രഹിച്ചു. മാത്രമല്ല ഈ ലീലകളുടെ ശ്രവണം സർവ്വചരാചരങ്ങൾക്കും മംഗളകരമാകുന്നു. ഇനി ഈ ലീല കേട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം ഉണ്ടാവുക? സർവർക്കും മംഗളം. മംഗളം പറഞ്ഞ എന്താണ് അല്ലെ? ഏറ്റവും നന്മ ഉണ്ടാക്കുന്ന സംഭവമാണ് എന്ത്? ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത അഭക്തർക്ക് പോലും അത് മംഗളം ചെയ്യും. ഒരു ഭക്തിയില്ലാത്ത ആള് വന്ന് ഇത് കേട്ടാലും അവർക്ക് മംഗളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഒരു ശരിയായ രീതിയിലുള്ള ഭക്തനിൽ നിന്ന് ഉചിതമായി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള മായയിൽ നമ്മൾ നിൽക്കണം വയ്ക്കട്ടെ. ഏറ്റവും ഭൗതികമായി മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാവുന്ന പറയുന്നത്. എന്നിട്ട് പരിശുദ്ധ ഭക്തനായിട്ട് മാറും. ഈ ഭാഗവത്തിന് അത്രയും പ്രത്യേകതയുണ്ട്. അപ്പൊ പരിശുദ്ധ മഹാരാജാവ് ശുഗമഹർഷിയോട് ശ്രീമദ് ഭാഗവത ആഖ്യാനം തുടരാനായിട്ട് അപേക്ഷിക്കും. അപ്പൊ ശുഗമഹർഷിയോട് പറയണം പരിശുദ്ധ മഹാരാജ് ഭാഗവത്തെ കുറിച്ച്, ഹരേ കൃഷ്ണ പ്രഭു, ഭാഗവത്തെ കുറിച്ച് പറയൂ, നിങ്ങൾ അങ്ങ് വീണ്ടും തുടരൂ, നിർത്തല്ലേ എന്ന് പരിശുദ്ധ മഹാരാജാവ് പറയണം. പരിശുദ്ധ മഹാരാജാവ് അത്യന്തം വശ്യതയുള്ള ലക്ഷണങ്ങളായ രാജ്യം, കുടുംബം എന്നിവയോടൊപ്പം അദ്ദേഹത്തിന്റെ സർവ്വബന്ധങ്ങളും മുമ്പേ തന്നെ പരിത്യജിച്ചു. എന്നിരുന്നാലും അദ്ദേഹം സ്വന്തം ഭൗതിക ശരീരത്തെ കുറിച്ച് ബോധവാനായിരുന്നു. എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ മഹാരാജാവ് നമുക്ക് ഏറ്റവും വശ്യതയുള്ള സംഭവമാണ് രാജ്യം, കുടുംബം, ഐശ്വര്യമൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് അല്ലെ ഏറ്റവും ആസക്തിയാണ് നമ്മുടെ കുടുംബം, കുട്ടികള്, സ്വത്ത് അല്ലെ അല്ലെ. പിന്നെ വലിയ രാജാവാണെങ്കിൽ ആലോചിച്ചു രാജ്യം, ഇതൊക്കെ ഇത്രയും വശ്യതകൾ എല്ലാതും ആരുപേക്ഷിച്ചു? ആരുപേക്ഷിച്ചത്? പരിശുദ്ധ മഹാരാജ അല്ലെ. അദ്ദേഹം 7 ദിവസം കൊണ്ട് മരിക്കുന്ന പറഞ്ഞപ്പോ എല്ലാതും ആളും ഉപേക്ഷിച്ചു. പക്ഷെ എന്നാൽ ആളെ കുറിച്ച്, അവനവനെ കുറിച്ച്, അവനവന്റെ ശരീരത്തെ കുറിച്ച് അദ്ദേഹത്തിന് ബോധവാനാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ ബോധവാനായിരുന്നു അല്ലെ. നമ്മൾ ഒരുപാട് കാലം ഈ ശരീരം എടുത്തുകൊണ്ട് നടക്കണം അല്ലെ. പൂന്താനത്തിന്റെ കേട്ടിട്ടില്ലേ? എത്ര ജന്മം മരങ്ങളായി നിന്നതും കേട്ടിട്ടുണ്ടായത്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അല്ലെ. എത്ര ജന്മം കൃമിയായിട്ട് നടന്നു, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞു അല്ലെ. അങ്ങനെ ഒരുപാട് ജന്മം കഴിഞ്ഞ ഒരു മനുഷ്യജന്മം കിട്ടി. അതും 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി അല്ലെ. പിന്നെ അത് കഴിഞ്ഞ് തന്നെ നമ്മുടെ രീതിയിലൊക്കെ ജീവിച്ച് നടന്നു കുറെ. അപ്പോഴേക്കും വയസ്സാവാൻ തുടങ്ങുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മളെ അറിയാം? ബ്രഹ്മാവിനെ എപ്പോഴാണ് അറിഞ്ഞത്? തപസ് ചെയ്തപ്പോ അല്ലെ. നമുക്ക് നമ്മളെ അറിയാന്നുള്ളതാണ് ഭക്തി അല്ലെ. നമ്മളെ അറിയാൻ, നമ്മൾ ആരറിയണം, നമ്മൾ എവിടെന്നാ വന്ന്, നമ്മൾ ആരാന്ന് അറിയണതാണ് ഭക്തി. അതിനുവേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണം. അപ്പൊ നമ്മളെ അറിയണേ നമ്മൾ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. നമ്മുടെ തപസ് എന്താ? കലിയുഗത്തില് നാമജപം. കലിയുഗത്തിലേ വന്നിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് നാമജപം തന്നെയാണ്. കലിയുഗ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മറ്റു യുഗങ്ങളെ പോലെ ഒരുപാട് ധ്യാനം ചെയ്തിരിക്കാനുള്ള ശ്രദ്ധയില്ല. നമ്മൾ സാധാരണ കലിയുഗത്തിന്റെ പ്രത്യേകത ആയുസ് കുറവാണ് അല്ലെ. നമുക്ക് ധനം കുറവാണ്, എപ്പോഴും അസ്വസ്ഥതയുള്ള മനസ്സുള്ളവരാണ് അല്ലെ. കലഹം കാപ്പട്ടിയൊക്കെ ഉള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് അതുപോലെ തപസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ബ്രഹ്മ വരുന്ന പോലെ ഒന്നും തപസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മളെ അറിയാം, നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഇങ്ങനെ ശക്തമായി ജപിച്ചുകൊണ്ടിരുന്നതിന് നമുക്ക് നമ്മളെ അറിഞ്ഞു തുടങ്ങും അല്ലെ. നമ്മൾ മറന്നുപോയി, നമ്മൾ കൃഷ്ണന്റെ ആളാണെന്ന് നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ഇവിടുത്തെ ആരൊക്കെയാന്നുള്ള വിചാരത്തിൽ നമ്മൾ ജീവിക്കണം. പക്ഷെ നമ്മൾ കൃഷ്ണന്റെ അംശമാണ്. കൃഷ്ണന്റെ ചിലപ്പോൾ അമ്മയാവാം, കൃഷ്ണന്റെ അച്ഛനാവാം, ചിലപ്പോ അല്ലെ കൃഷ്ണന്റെ ആരായിരിക്കാം? ഫ്രണ്ട് ആവാം, കൃഷ്ണന്റെ ഭാര്യ ആവാം, കൃഷ്ണന്റെ കാമുകിമാരാവാം, കൃഷ്ണന്റെ അമ്മായി ആവാം. ആരാണെന്ന് അറിയില്ല നമുക്ക്. കൃഷ്ണന്റെ ചെറിയമ്മയാണോ അല്ലെ, അമ്മായിയാണോ? കൃഷ്ണനായിട്ട് എല്ലാവർക്കും ഒരു ബന്ധമുണ്ട്. ഏത് ബന്ധം അതൊക്കെ മറന്നു പോയിട്ട് ഇവിടെ ഭൗതികമായിട്ട് ജീവിക്കണം അല്ലെ. ഇപ്പൊ ഇത് ഓർമ്മിക്കണം. അപ്പൊ ഈ ഒരു ഓർമ്മ പരീക്ഷത്തിനുണ്ടായിരുന്നു. അവനെ എല്ലാം ഉപേക്ഷിച്ച് അവനവന്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധം ആർക്കുണ്ടായിരുന്നു? പരിശുദ്ധ മഹാരാജാവിനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അത് പിന്നെ ശ്രീമദ് ഭാഗവതം നിത്യേന ശ്രവിക്കുകയും എല്ലായ്പ്പോഴും ഭാഗവത ശ്രവണത്തെ ഗൗരവമായി പരിഗണിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തിനുള്ളിൽ പരമദിവ്യോത്തം പുരുഷൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് പ്രത്യക്ഷനാകും. ഇനി ഭഗവാനെ നമുക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ വരാൻ എന്താ ചെയ്യേണ്ടത്? ഭാഗവതം നിത്യം ഭാഗവത സേവയ, നിത്യം ഭഗവാന്റെ ഏതെങ്കിലും ലീലകൾ കേട്ടുകൊണ്ടിരിക്കുക. കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും ദിവസം ഒരു 10 മിനിറ്റ് കേൾക്കാം. പിന്നെ എപ്പോഴും അതിനെ ഗൗരവമായിട്ട് അതിനെ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള വ്യക്തികളുടെ ഹൃദയത്തിനുള്ളിൽ ആര് പ്രത്യക്ഷനാവും? ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനാവും. തവ കഥാമൃതം തപ്ത ജീവനം കവിവിരീരിതം കൽമശാവഹം ശ്രവണമംഗളം ശ്രീമദാദ
കഥ കേൾക്കുന്നത് അല്ലെ. ഏറ്റവും ശ്രവണമംഗളമാണ് അവിടുത്തെ ലീലകൾ എന്ന് പറഞ്ഞിട്ട് ഗോപിയമാര് രാസ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവും ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ലീലകൾ ഇവർക്ക് പ്രാന്തായി ഇവർക്ക് കാണാണ്ടായപ്പോ ഭഗവാനെ. അപ്പൊ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാൻ തുടങ്ങി. അതിലുള്ള ഒരു ശ്ലോകമാണ് അവിടുത്തെ കഥ അല്ലെ. ശ്രവണമംഗളാണെന്ന്, കേൾക്കാൻ ഏറ്റവും അല്ലെ സുഖകരമായിട്ടുള്ളതാണ്, മംഗളമായിട്ടുള്ളതാണ് അത് അവിടുത്തെ കഥ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നവർക്ക്, എപ്പോഴും ചെയ്യുന്നവർക്ക് കൃഷ്ണ ഭഗവാൻ ഹൃദയത്തിൽ വരുന്ന പറഞ്ഞു കേട്ടോ. ഇനി ഭഗവാന്റെ ശബ്ദാവതാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശബ്ദാവതാരം. പിന്നെ പരമാത്മാവ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ ബോറടിക്കുണ്ടാവോ? ബോറടിക്കണ്ട. ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നവർ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദോഷങ്ങളെയൊക്കെ ഭഗവാൻ കളയുന്നു. നമ്മൾ ഈ നിത്യം ഭാഗവതം കേൾക്കുമ്പോൾ എന്താ നമുക്ക് ഉണ്ടാവുക? കൃഷ്ണ ഭഗവാൻ പതുക്കെ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എന്തൊക്കെ ദോഷം, കാമം അല്ലെ, കാമം ആണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ, ക്രോധം അത് എന്നുള്ളത്, ദേഷ്യം, ലോഭം അല്ലെ, പണത്തിനോടുള്ള ആർത്തി, മോഹം എന്നുവെച്ചാൽ ആഗ്രഹങ്ങൾ തന്നെ, എന്നുവെച്ചാൽ ഭ്രാന്തൊന്നും പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഈ കുഴപ്പങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മളെ ശുദ്ധമാക്കും. ഒരു ചെളി നിറഞ്ഞ ജലാശയത്തില് എന്താ പറയാ, അതില് ശരത്കാല വർഷം പതിക്കണ പോലെ ശരത്കാല സമയത്ത് ഉള്ള ആ വെള്ളം വളരെ ശുദ്ധമായിരിക്കുന്നവർ. ചെളി നിറഞ്ഞ സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ആ ചെളിവെള്ളമൊക്കെ ഒഴുകി പോയിട്ട് നല്ല വെള്ളം വരുന്നില്ലേ, അതുപോലെ അതൊരു ഉപമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ചെളിയൊക്കെ നമ്മൾ കളയുന്നു. ആ ചെളി കളയാൻ നമ്മൾ നിന്ന് കൊടുക്കണം. നമുക്ക് ചെളിയിട്ടുണ്ട്, പക്ഷെ എന്താ നിന്ന് കൊടുക്കുക? നാമം ജപിക്കാം, ഭഗവാനെ കുറിച്ച് കേൾക്കാം, എന്തെങ്കിലും കേൾക്കാം. അപ്പൊ അത് ശുദ്ധമായിരിക്കും. ശുദ്ധമാകുമ്പോഴേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, നമ്മളെ ഓർമ്മ വരുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഭക്തിയുത സേവന പ്രക്രിയയാൽ ഹൃദയം ഒരിക്കൽ ശുദ്ധിയാക്കപ്പെട്ട ഒരു പരിശുദ്ധ ഭഗവത് ഭക്തൻ ക്ലേശഭരിതമായ യാത്രയ്ക്ക് ശേഷം സ്വന്തം വാസസ്ഥാനത്തേക്ക് തിരികെ എത്തിയ പതികനെ പോലെ സംതൃപ്തനാകയാൽ പിന്നെ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ത്യജിക്കുന്നില്ല. എന്താ പറയുക? ഭക്തിയുത സേവന പ്രക്രിയ എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാം. എന്തൊക്കെ സേവനം ചെയ്യാം? ഭഗവാന് വേണ്ടി മാല കെട്ടുക, ഭഗവാന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭക്തന്മാരെ വിളിച്ചു കൂട്ടുക, സത്സംഗം നടത്തുക, ഇതൊക്കെ സേവനമാണ് അല്ലെ. ഭഗവാന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശുദ്ധമാവും. അങ്ങനെ ശുദ്ധമാവണ വ്യക്തിയുടെ ഒരു ഭാവം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെ കഷ്ടപ്പെട്ടൊരു യാത്ര ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു സുഖം കിട്ടില്ല. ഒരാൾക്ക് ഒരുപാട് യാത്രയൊക്കെ ചെയ്തു അല്ലേ, 10-20 ദിവസം നമ്മൾ പല സ്ഥലത്ത് ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് അവസാനം തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് മോരുവെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അല്ലെ. അതുപോലെ ഭക്തന് ഹൃദയശുദ്ധി വന്നു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ആ ഭക്തന് തിരികെ ഭഗവാന്റെ അടുത്ത് എത്തിയല്ലോ, ആ ഒരു സമാധാനം. എത്രയോ ജന്മത്തിൽ യാത്ര കഴിഞ്ഞിട്ട് ഭഗവാന്റെ എത്തുമ്പോഴുള്ളൊരു സമാധാനം, ആ വ്യക്തി ഒരിക്കലും ഭഗവാന്റെ പാദങ്ങളെ വിടില്ല എന്നാണ്. ഭഗവാന്റെ പാദങ്ങളെ മുറുക്കെ പിടിക്കുന്ന പറയണത്. ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ വീടിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ലേ, അതുപോലെ ഒരുപാട് ജന്മങ്ങളെടുത്ത് ക്ഷീണിച്ചിട്ടാണ് അവസാനം നമ്മള് ഭഗവാന്റെ ഭക്തിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തിയിൽ എത്തിയോടുകൂടി അദ്ദേഹത്തിന് പിന്നെ തിരിച്ച് അങ്ങോട്ടും പോകാൻ തോന്നില്ല അല്ലെ. അദ്ദേഹം ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ശുഗമഹർഷി പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ശരീരം കിട്ടി, എനിക്ക് ഈ ശരീരം കിട്ടിയത് യാദൃച്ഛികമായാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലാണോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ഓരോരോ കർമ്മ അനുസരിച്ച് നമുക്ക് ശരീരം കിട്ടി, അതൊക്കെ പിന്നീട് പറയും. പിന്നെ ചോദിക്കുന്നത് ഈ ശരീരവും സാധാരണ ഭഗവാന്റെ ശരീരം. ഒരു ചോദ്യം എന്താണ് പരിശുദ്ധമായ ചോദിച്ചെന്താണ്, ഇപ്പൊ ചോദിച്ചെന്താണ്, നമ്മുടെ ശരീരം നമുക്ക് എങ്ങനെയാ ശരീരം കിട്ടിയത്? അത് യാദൃച്ഛികമായിട്ട് കിട്ടിയതാണോ, അതെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ ശരീരം കിട്ടിയതെന്ന് ശുഗമഹർഷിയോട് ചോദിച്ചു. പിന്നെ വീണ്ടും ചോദിക്കുന്ന ഇത് മുഴുവൻ ചോദ്യങ്ങളാണ്. പിന്നെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ജീവസത്തിന്റെ ശരീരവും ഭഗവാന്റെ ശരീരവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ഭഗവാൻ നമ്മളെ പോലെ ഇവിടെ ലീലകൾ, നമ്മുടെ അടുത്ത് വന്ന് ലീലകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഭഗവാൻ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതെന്താണ് ആ വ്യത്യാസം എന്ന് ചോദിക്കും. പിന്നെ ഭഗവാന്റെ നാഭിയിലെ താമരപ്പൂവിൽ നിന്ന് ആവിർഭവിച്ച ബ്രഹ്മാവ് സർവ്വതിന്റെയും സൃഷ്ടാവാണ് നമ്മൾ പറഞ്ഞു. ഭഗവത് കൃപയാൽ ബ്രഹ്മാവിന് ഭഗവത് രൂപത്തെ ദർശിക്കാൻ കഴിഞ്ഞു, അത് നമ്മൾ പറഞ്ഞു. ബ്രഹ്മാവ് ദർശിച്ച ഭഗവത് രൂപവും ബ്രഹ്മാവിന്റെ രൂപവും നമ്മൾ എന്താ വ്യത്യാസം എന്താ ചോദിക്കാൻ അറിയിച്ചത്. നമ്മുടെ പരിശുദ്ധ മഹാരാജ് ചോദിച്ചു, ബ്രഹ്മാവാണ് ഈ സർവ്വ സൃഷ്ടി നടത്തിയത് അല്ലെ, ഭഗവാന്റെ നാഭിയിലാണ് താമരപ്പൂവിലാണ് ബ്രഹ്മാവ് വന്നത്, സൃഷ്ടി നടത്തിയത്. ഈ ബ്രഹ്മാവിന്റെ ശരീരവും കൃഷ്ണ ഭഗവാന്റെ ശരീരം നമ്മൾ എന്താ വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ബ്രഹ്മാവാണ് നമുക്കൊക്കെ പറഞ്ഞത്, ബ്രഹ്മാവും കൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസം, ഇതാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്തത്, വിരാട് പുരുഷന്റെ അതിബൃഹത്തായ രൂപത്തിൽ വിഭിന്ന ഗ്രഹസമൂഹങ്ങൾ സങ്കല്പിക്കപ്പെട്ടു. ഇനി
പ്രഭു എന്തെങ്കിലും തിരക്കുണ്ടല്ലോ? ആ, ഈ വിരാട് പുരുഷൻ എന്ന് നമ്മള് വിരാട് പുരുഷ വർണ്ണനയൊക്കെ കേട്ടിട്ടുണ്ടോ? വിരാട് പുരുഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എല്ലാ ഗ്രഹങ്ങളും വിരാട് പുരുഷൻ, മൊത്തം കൃഷ്ണ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കണ ഒരു പുരുഷനായിട്ട് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ തല തൊട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ സ്വർഗ്ഗലോകങ്ങള്, മധ്യഭാഗം ഭൂമി, അതിനുശേഷമുള്ള പാതാളം, അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിരാട് പുരുഷ രൂപവർണ്ണനയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമാരെ ചോദിക്കണം, ഈ വിരാട് പുരുഷന്റെ രൂപത്തില് വിഭിന്ന ഗ്രഹസമൂഹങ്ങളെ നിർത്തിയിട്ടുണ്ടല്ലോ, ഇതിന്റെ സത്യസ്ഥിതി എന്താണ് എന്നാണ് ചോദിക്കുകയാണ് കേട്ടോ. സത്യസ്ഥിതി എന്താണ്? ഇനി അടുത്തത്, ഈ സൃഷ്ടി നടത്തിയല്ലോ, അതിന് സംഹാരം നടക്കുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടം ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതിന്റെ ഭൂതം, വർത്തമാനം, ഭാവി, ഇതൊക്കെ എന്താണ് കാലം, എങ്ങനെയാണ് ഇതൊക്കെ നശിപ്പിക്കപ്പെടുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ഒരു കുട്ടി ചോദിക്കില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ഈ കാലം എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മേല് പ്രവർത്തിക്കുന്നത്, ഇവിടെ ജീവാത്മാക്കളുടെ മേൽ കാലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? എങ്ങനെ വയസ്സാവണം അല്ലെ, നമുക്ക് ശരീരത്തിന് വയ്യാണ്ടാവണം, ഇങ്ങനെയാണ് കാലം പ്രവർത്തിക്കുന്നത് അല്ലെ? കാലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നാനാവിധത്തിലെ ജീവസത്തകൾ, ജീവജാലങ്ങൾ ഏതൊക്കെയാണ്, എത്ര പ്രപഞ്ചങ്ങളുണ്ട്, 4 ദിക്കുകൾ, ആകാശം, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പൊ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഇതിന്റെയൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കണ്ട് പരിശുദ്ധന്മാര് അല്ലെ? ഈ നക്ഷത്രങ്ങൾ ആരാ സൃഷ്ടിച്ചത്, എങ്ങനെയാ സൃഷ്ടിച്ചത്, ഇതിന്റെ പർവ്വതങ്ങള്, നദികള്, സമുദ്രങ്ങള്, ഇതൊക്കെ എങ്ങനെയുണ്ടായത്? ഇനി അടുത്ത ചോദിക്കുന്ന മഹാത്മാക്കളുണ്ടല്ലോ, ഭക്തന്മാര്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ കർമ്മം എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, അവരെ കുറിച്ച് പറഞ്ഞു തരൂ. അങ്ങനെ ചോദിക്കണം ഓരോരോ കാര്യങ്ങൾ കേട്ടോ. പിന്നെ സൃഷ്ടികാലങ്ങളിലെ എല്ലാ വിഭിന്ന യുഗങ്ങളും, ഇനി ചോദിക്കുന്നത് യുഗങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ യുഗങ്ങൾ പറയുന്നുണ്ട്, കലിയുഗാണെന്നൊക്കെ പറയണ്ടല്ലോ, ഈ യുഗങ്ങൾ എന്താണ്, ഈ യുഗങ്ങളുടെ ദൈർഘ്യം, നീളം എത്രയുണ്ട്, ഓരോ യുഗം എത്ര നീളമുണ്ട്, എത്ര കാലഘട്ടം ഉണ്ട്, ഓരോ യുഗത്തിലും അവതാരങ്ങൾ ഭഗവാന്റെ വന്നിട്ടുണ്ടല്ലോ, ഏതൊക്കെ അവതാരങ്ങളാ വന്നേക്കണ് എന്നൊക്കെ ചോദിക്കാം. ഇനി മതപരമായ കാര്യങ്ങൾ, കുറെ മതം എന്നൊക്കെ പറയണല്ലോ, അതെന്താണ് അല്ലെ? മതം എന്താണ്? ഇനി മതത്തിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഈ സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, ജാതി അധിഷ്ഠിതമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്, രാജകീയ വംശങ്ങളുടെ വർഗീകരണങ്ങൾ, ഇതെല്ലാം എന്താണ് എന്നൊക്കെ എന്തൊക്കെയാ ചോദിക്കുന്നത്? പ്രൈമറി തലത്തിലൊക്കെ കാര്യങ്ങൾ ആര് ചോദിക്കുകയാണ്? വർണ്ണാശ്രമ ധർമ്മം തന്നെ, ഈ ബ്രാഹ്മണരാരാണ്, ക്ഷത്രിയരാണ്, വൈശ്യരാരാണ് എന്നൊക്കെ ശുഗമഹർഷിയോട് ചോദിക്കും. ഇതൊക്കെ ദയവായി എനിക്ക് വിശദീകരിച്ച് തന്നാലും ശുഗമഹർഷി എന്ന് പറയുന്നു. ഇനി അവസാനം പിന്നെ പറയുന്നത്, ഒരുവൻ ആരായാലും എന്തായാലും ശരി, അതൊന്നും പരിഗണിക്കാതെ മനുഷ്യ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പൊതുവായ മതം, പൊതുവായ ധർമ്മം എന്താണ്? ഭക്തിയുത സേവനമാകുന്നു. ഇനി നമ്മൾ മനുഷ്യരായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, ബ്രാഹ്മണരായിക്കോട്ടെ, ക്ഷത്രിയരായിക്കോട്ടെ, ഇല്ലെ കാട്ടാളനായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ജീവസത്തകളിലെ മനുഷ്യന്റെ ഒരേ ഒരു ധർമ്മം എന്താണ്? പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഭഗവാന്റെ സർവീസ്, ഭഗവാന്റെ സേവനം, ഭക്തിയുത സേവനം. മൃഗങ്ങളെ പോലും ഭക്തിയുത സേവനത്തിൽ ഇരുത്താന്ന് പറയും. നമുക്ക് മൃഗങ്ങളെ പോലും ഭഗവാന്റെ ഭക്തിയിൽ കൊണ്ടുവരാം. ഇനി പിന്നെ ചോദിക്കുന്നത് സൃഷ്ടിയുടെ പ്രാഥമിക തത്വങ്ങളെ കുറിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ച്, അവയുടെ കാരണത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, ഭക്തിയുത സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, യോഗ പ്രക്രിയ എന്താണ്, കുറെ യോഗങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടല്ലോ. എന്തൊക്കെയാണ് യോഗങ്ങള്? അഷ്ടാംഗ യോഗം നമ്മൾ കേട്ടിട്ടുണ്ട്, 8 മഹായോഗികള്, അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 8 വിധം ശക്തികളുണ്ട്. ഈ അണിമ, ലഹിമ എന്ന് പറഞ്ഞിട്ട് ഈ യോഗ ചെയ്യണവർക്ക് 8 വിധം ശക്തികൾ വന്ന് ചെയ്യും. യോഗയിൽ ഏറ്റവും ഉയർന്ന ആളാണ് ശിവൻ. എല്ലാ യോഗശക്തിയുടെയും കൺട്രോൾ അല്ലെ, എല്ലാ യോഗശക്തിയും നേടിയിട്ടുള്ള ആളാണ് ശിവൻ. അദ്ദേഹത്തിന് ചെറുതാവാൻ അറിയാം, ചെറുതാവുക ഒരു ശക്തി, വളരെ അദൃശ്യനാവാന്ന് പോലെ വളരെ കടുകുമണിയോളം ചെറുതാവാം. ഇത് നമ്മുടെ ഹനുമാൻ സ്വാമിക്കുണ്ട്. ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയിട്ട് ഏറ്റവും ചെറുതാവും. പിന്നെ സുരസയുടെ മുന്നിലെത്തുമ്പോൾ വലുതാവണത് അല്ലെ, ചെറുതാവും വലുതാവും, ഇതൊക്കെ എല്ലാ ഭക്തന്മാർക്കും കിട്ടുന്ന ശക്തികളാണ്. പിന്നെ ഏറ്റവും ആകാശത്തോളം വലുതാവുക, പിന്നെ അദൃശ്യനാവുക, പിന്നെ എല്ലാം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക, വശ്യത്വം, ഒരു ഗ്രഹത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുക അല്ലെ. ഇതൊക്കെ നമുക്ക് ഈ യോഗ ചെയ്യുമ്പോൾ, ഈ യോഗ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാമജപം, അത് ശരിയായി ചെയ്ത ഈ എല്ലാ ശക്തികളും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. എല്ലാ ശക്തിയും നമ്മൾ ശരിയായി ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരു ശക്തി ഇല്ലാത്തത് അല്ലെ. സീരിയസ് ആയിട്ട് നാമം ജപിക്കുന്നവർക്ക് തനിയെ ഇത് വന്നു ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള യോഗശക്തികളെ കുറിച്ച്, ആ യോഗയിലെ 8 വിധം യോഗശക്തികളെ കുറിച്ചൊക്കെ ഇതിൽ പറയണ്ട. ഇതെല്ലാം അതിൽ ശിവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നും പറയണ്ട്. ഇനി ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവയെ ആരാണ് സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവരെ നശിപ്പിക്കുന്നത്? ജീവജാലങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ, പിന്നെ അവരെ നിലനിർത്തുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണ്, എന്താണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ കേട്ടിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലേ, ശിവ വിഷ്ണു ബ്രഹ്മ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കാം, ഇതൊക്കെ നമ്മൾക്കറിയാൻ കാരണം ഇദ്ദേഹം ചോദിച്ച കാരണമാണ്. ഇതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലായത്.
ഇനി പിന്നെ പറയേണ്ട ഒരു വ്യക്തി, ഒരു ഭക്തൻ എങ്ങനെയാണ് ഉപജീവന മാർഗം, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം സത്യസന്ധമായിരിക്കണം, സരളമായിരിക്കണം, കുടിലതന്ത്രങ്ങളിലൂടെയൊന്നും പണം നേടാൻ പാടില്ല, വക്രമാർഗങ്ങളിലൂടെയൊന്നും പണം നേടാൻ പാടില്ല എന്നൊക്കെ പറയണ്ട. അതിനേറ്റവും നല്ലത് കൂലിപ്പണി ചെയ്ത് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് എന്ന് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. സത്യസന്ധമായ രീതിയിൽ ഒരുവൻ ലോകത്തിലെ സമ്പന്നന്മാരാവണോണ്ട് തെറ്റില്ല, പക്ഷെ സമ്പന്നനാവാൻ വേണ്ടിയിട്ട് വക്രബുദ്ധിയിലൂടെയൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. ഇനി ഭഗവാന്റെ ശരീരത്തിൽ ലയിച്ച ജീവാത്മാക്കൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇവർ പ്രത്യക്ഷരായത്, എങ്ങനെയാണ് അവർ ഈ ജീവസത്തകളെല്ലാം ഈ പല ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ വീണ്ടും ചോദിക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ പേരെന്താ അറിയോ? എനിക്ക് ചോദിക്കുന്ന വിഷമം വേണ്ട. ചാപ്റ്ററിന്റെ പേര് പരിശുദ്ധ മഹാരാജാവിന്റെ അന്വേഷണങ്ങൾ എന്നാണ്. ഈ ചാപ്റ്ററിൽ മുഴുവൻ പരിശുദ്ധ മഹാരാജ ചോദിക്കും, ഉത്തരം പറയാൻ പറ്റുന്ന അടുത്ത ചാപ്റ്ററിലാണ് അല്ലേ. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദ്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക, ഈ ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് അല്ലേ. അപ്പോൾ പിന്നീട് നമുക്ക് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ പരിശുദ്ധ മഹാരാജാവ് വീണ്ടും വിനീതനായിട്ട് സമർപ്പണം ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമോ ദയവായിട്ടെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയണം, അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ, അങ്ങയുടെ വാക്സാഗരത്തിൽ നിന്നും താഴോട്ട് പ്രവഹിക്കുന്ന അച്യുതനായ പരമദിവ്യോത്തം പുരുഷന്റെ ഉപദേശാമൃതം പാനം ചെയ്തുകൊണ്ടിരിക്കാൻ ഉപവാസ ഹേതുവായി യാതൊരുവിധ ക്ഷീണവും എനിക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെ അടുത്തെന്താ പറയാ, പരിശുദ്ധ മഹാരാജ് പറയണ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അതായത് സുഖമഹർഷി, അങ്ങയുടെ വായിൽ നിന്ന് കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ലീലകൾ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് വിശപ്പും ദാഹമൊന്നും അറിയുന്നില്ല. നമുക്കിപ്പോൾ വിശക്കുന്ന ടൈം ആയിരുന്നാലും അത്ര കാര്യമായിട്ട് അറിയില്ല അല്ലെ. എന്തുകൊണ്ടാ? നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും വിശക്കും അല്ലേ. അത് പറയാണ് ആര്? സുഖമഹർഷിയോട് പറയാണ്, എനിക്ക് വിശപ്പും ദാഹവും ഒന്നും അറിയില്ല എന്ന് പരിശുദ്ധന്മാരെ. കാരണം അദ്ദേഹം 7 ദിവസം പട്ടിണിയാണ് അല്ലേ, ഉപവാസമല്ലേ, മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച പാർട്ടിക്ക് വിശപ്പോ ദാഹമോ അറിയണില്ല. എന്ത് കാരണം? അങ്ങയുടെ അല്ലെ ആ സുഖമഹർഷിയുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു അല്ലെ ഭഗവാന്റെ ലീലകൾ കേൾക്കുന്ന ഒരു സുഖം കാരണം. അങ്ങനെ പരിശുദ്ധ മഹാരാജ് അദ്ദേഹത്തോട് ആരാധന എല്ലാം കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പാട്ട് അതായത് പരിശുദ്ധ മഹാരാജ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെല്ലാം ഉത്തരം പറയാനായിട്ട് പ്രസന്ന വദനനായിട്ട് ആരിയ്ക്കുകയാണ്? ശുഗമഹർഷി അല്ലേ. ഇതിനെല്ലാം ഉത്തരം പറയാനായിട്ട് അദ്ദേഹം സ്വയം സന്നദ്ധനായി. പരിശുദ്ധ മഹാരാജാവ് പാണ്ഡവകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉചിതമായ ചോദ്യങ്ങൾ ഉചിതനായ വ്യക്തിയോട് ചോദിച്ചു അല്ലെ. അതുകൊണ്ട് തന്നെ അത് സർവ്വതാ യോഗ്യമായി തീർന്നു പറഞ്ഞു. അപ്പൊ പരിശുദ്ധ മഹാരാജാവിന്റെ ഈ അന്വേഷണം എന്ന ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധം 8-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വാക്യം ഇപ്രകാരം സമാപിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധ മഹാരാജാവിന്റെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ലെ. ഉത്തരങ്ങളാണ് നിറയുണ്ടാവും അല്ലെ. ചോദ്യങ്ങൾ ഇത്രയാണ്. ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. എന്താ ചോദിച്ചാള്? ഈ പ്രപഞ്ചം ആരാ സൃഷ്ടിച്ചല്ലേ, ഞാൻ എങ്ങനെ ഉണ്ടായി, ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും ആര് സൃഷ്ടിച്ചു, എങ്ങനെ നിലനിന്നു അല്ലെ, എങ്ങനെ നശിപ്പിക്കണു അല്ലെ, ഈ നക്ഷത്രങ്ങൾ സമുദ്രങ്ങൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി അല്ലേ. പിന്നെന്താണ് ഈ യുഗങ്ങൾ, എന്താണ് യുഗങ്ങൾ, എങ്ങനെ ഉണ്ടായി, യുഗങ്ങളുടെ നീളം എത്രയാണ്, ആ യുഗത്തിൽ വരുന്ന അവതാരങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അവതരിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആര് ചോദിക്കുന്നത്? പരിശുദ്ധ മഹാരാജ്. ഇതെന്താണ്? ജാതി അടിസ്ഥാനം എന്താണ്, ഈ മതം എന്താണ്, ധർമ്മം എന്താണ് അല്ലെ, വർണ്ണാശ്രമ ധർമ്മം എന്താണ്, ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം വണ്ണായിട്ട് ഇനി ശുഗമഹർഷി ഉത്തരം പറഞ്ഞു തുടങ്ങാണ് അടുത്തടുത്ത ചാപ്റ്ററുകൾ. കുറെയൊക്കെ നമ്മൾ പഠിച്ചു മുമ്പ്. അപ്പൊ ഇന്ന് പുതിയതായി കേട്ടവർക്ക് ബോറടിക്കണ്ട. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെ. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഏകാദശിയാണ്. ഏകാദശി ദിവസമാണ് വന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. പക്ഷെ ഒരു 10 മിനിറ്റ് ഒരു കീർത്തനം ചെയ്തിട്ട് നിർത്താൻ പോകണം കേട്ടോ. അതായത് ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ നമ്മുടെ ഭീഷ്മ പഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്രതം ആരംഭിക്കുകയാണ്. ഭീഷ്മ പഞ്ചകം എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷ്മ പിതാമകൻ ഹരേ കൃഷ്ണ. ഭീഷ്മ പഞ്ചകം എന്ന് പറഞ്ഞാൽ ഭീഷ്മ പിതാമകൻ മരണസമയത്ത് അവസാനത്തെ 5 ദിവസമാണ് ഭീഷ്മ പഞ്ചകം. അത് ഇന്നാണ് നമുക്ക് തുടങ്ങി. ഇന്ന് മുതൽ നവംബർ 5-ാം തീയതി വരെയാണ് ഈ ഭീഷ്മ പഞ്ചകം. അപ്പൊ ആ 5 ദിവസം നമ്മൾ വ്രതം ആണ്. ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ട് വ്രതം എടുക്കുന്നവരുണ്ടാവും ഇന്ന്. അപ്പൊ ഈ ഭീഷ്മ പഞ്ചകത്തില് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാന്റെ ഭക്തി ഉണ്ടാവാനായിട്ട് ഏറ്റവും അധികം പ്രാർത്ഥിക്കാൻ പറ്റിയ ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭക്തി ആരാണ്? ഭഗവാന്റെ ഭക്തി ആരാണ് ഏറ്റവും വലിയ ഭക്ത? ശ്രീമതി രാധാറാണി അല്ലെ. രാധാറാണിയോട് പ്രാർത്ഥിക്കുന്ന ഒരു കീർത്തനത്തോടെ നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ മൃദംഗത്തിന്റെ ആൾക്കാർ ആരെയും ഉണ്ടെങ്കിൽ വരണം. ഹരേ കൃഷ്ണ. മൃദംഗം വേണം. പ്രഭു. അത് അവരെ ആരെയും ഏൽപ്പിച്ചോ? വേറെ ഏതെങ്കിലും പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചോ?
അതായത് രാധാ കൃപാ കടാക്ഷം ശിവൻ പാടണമാണ്. ശിവൻ രാധാറാണിയുടെ കൃപ ഉണ്ടാവാൻ, എനിക്ക് ഭഗവാന്റെ ഭക്തി വേണം, ഭഗവാന്റെ ലോകത്തിൽ എനിക്ക് ഗോലോകത്തിൽ എനിക്ക് വരണം എത്താമെന്ന് ശിവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ശിവൻ ഡാൻസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച, രാധയെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കീർത്തനാണ് രാധാ കൃപാ കടാക്ഷം. ഇന്ന് നമ്മൾ ഭീഷ്മപഞ്ചക ആയതുകൊണ്ടാണിത് രാധാറാണിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ, കൃഷ്ണ ഭഗവാനെ കിട്ടാനായിട്ട് ഇത് പ്രാർത്ഥിക്കണം. ശ്രീരാധികേ 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 നമോസ്തുതേ, ശ്രീരാധികേ 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 നമോസ്തുതേ. ഇത് നമ്മൾ വാട്സപ്പിൽ നിന്ന് നമ്മുടെ ഗോലോകം ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നോക്കിയാൽ കിട്ടാക്കിയത് അത് ഏറ്റുപാടാൻ പറ്റും. രാധാകൃപ കടാക്ഷം നമ്മുടെ വാട്സപ്പിൽ ഞാൻ എന്നാണ് അയച്ചത്, ഞാൻ അയച്ചത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കീർത്തനം ഞാൻ എഴുതിയ ഫോട്ടോ എടുത്താണ്. പാടിക്കോളൂ. ശ്രീരാധികേ 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 നമോസ്തുതേ, ശ്രീരാധികേ 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 നമോസ്തുതേ. ജയ രാധേ ശ്രീരാധേ, ജയ ജയ രാധേ ശ്രീരാധേ, ജയ ജയ രാധേ ശ്രീരാധേ. പ്രവേശ് പ്രഭുവിന്റെ ആവശ്യമുണ്ട്. പ്രഭുവിന് പറ്റണില്ലേ കൊട്ടാൻ? പ്രവേശ് പ്രഭു വേണം, വന്നേ പറ്റൂ. ബാക്കി ആരെങ്കിലും ഏർപ്പെടുത്തും. ഇത് നമുക്ക് രാധാറാണിന്റെ മേഴ്സിക്ക് വേണ്ടി പാടുന്നതാണ്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഞാൻ എന്താ അയച്ചിട്ടുള്ളതാണ്, പിൻ ചെയ്തിട്ടുള്ളതാണ്. ആ പ്രഭു. മുനീന്ദ്ര വൃന്ദ വന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്ന വക്ര പങ്കജേ നിജഭൂവിലാസിനി. മുനീന്ദ്ര വൃന്ദ വന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്ന വക്ര പങ്കജേ. ശിവനാണ് പാടട്ടോ, ശിവൻ ആലോചിച്ചോളൂ. വ്രജേന്ദ്ര ഭാനു നന്ദിനി വ്രജേന്ദ്ര സോനു സംഗതി കഥാ കരി കൃപാകടാക്ഷ ഭാജനം. വ്രജേന്ദ്ര
പണ്ഡിതേ മതോന്മനാദി യൗവനേ പ്രമോദമാന മണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ അനന്യധന്യ കുഞ്ചരാജ കാമകേളി ഗോവിന്ദേ സദാ കരിഷ്യ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം അനന്യധന്യ കുഞ്ചരാജ കാമകേളി ഗോവിന്ദേ സദാ കരിഷ്യ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ അശേഷ ഭാവദേവീരലീലഹാരഭൂഷിതേ പ്രബോധശാഖ കുംഭ കുംഭ കുംഭി കുംഭപുത്രൻ അശേഷ ഭാവദേവീരലീലഹാരഭൂഷിതേ പ്രബോധശാഖ കുംഭ കുംഭ കുംഭി കുംഭപുത്രൻ മൃണാളവാളവല്ലരി കരംഗരംഗദോലകേ കൃപാകടാക്ഷ ഭാജനം ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ വല്ലരി തരംഗരംഗദോലകേ ലതാദ്രലാസ്യ ലോചനാവലോകനം ലലല്ലുലന്മിലന്മനോജ്ഞമുഗ്ധമോദദാസിതേ സദാ കരിഷ്യ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ സുവർണ്ണമല്ലികാഞ്ജിതാ ശ്രീവേദകമ്പുഗണ്ഡകേ ത്രിസൂത്രമംഗളീ ഗുണാശ്രീ രത്നദീപ്തിദീപ്തിദേ സദാ കരിഷ്യ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം കൃപാകടാക്ഷ ഭാജനം ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ ജയ ജയ രാധേ ശ്രീ രാധേ സുഗംഭ ബിംബലംബമാല പുഷ്പമേഖലാഗുണ ദശരത്ന കിഞ്ചിനി കലാപമധ്യമഞ്ജു കരീന്ദ്ര സുന്ദരവണ്ഡിതാ പരോഹ സൗഭഗോരുകേ സദാ കരിഷ്യ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം സുഗംഭ ബിംബലംബമാല പുഷ്പമേഖലാഗുണ പ്രശസ്തരത്ന കിഞ്ചിനി കലാപമധ്യമഞ്ജു കരീന്ദ്ര സുന്ദരവണ്ഡിതാ പരോഹ സൗഭഗോരുകേ സദാ ശ്രീരാമ കൃപാകടാക്ഷ ഭാജനം ജയ
ശ്രീഗമ കൃപാകടാക്ഷഭാജനം അനന്തകോടി भक्तिस्याप्रेमलक्षणा ऊरुदग्ने नाभिदग्ने हृदग्ने कंठदग्ने राधाकुण्डजले सिदाय पडे साधके सदं तस्य सर्वार्थसिद्धिः स्यात् वाक्सामर्थ्यं सदा लभेत् ऐश्वर्यं च लभेत् साक्षात् दशा पश्यति राधिकां तेन तत्क्षणादेव दुष्टादत्ते महावरं येन पश्यति नेत्राभ्यं तत्प्रियं श्यामसुन्दरं नित्यलीला प्रवेशं च ददाति श्रीव्रजादिवः ततः परतरं प्राप्त्यं वैष्णवस्य न विद्यते അതായത് എന്താ പറഞ്ഞ ഇത് എത്ര പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാലാണ് നമുക്ക് പാടുന്നവർക്ക് ശുദ്ധി ഉണ്ടാവും, എന്താഗ്രഹിച്ചാലും നടക്കും. രാധാ കൃപാകടാക്ഷം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിത്യേന പാടിക്കൊണ്ടിരുന്ന പ്രേമലക്ഷണം വരാൻ തുടങ്ങുന്ന ഭഗവാനോടുള്ള പ്രേമലക്ഷണം. പിന്നെ ഇത് നമ്മള് ഇവിടം വരെ നാഭി വരെ വെള്ളത്തിൽ നിന്നുകൊണ്ട് രാധാകുണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ 100 തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഏറ്റവും ആഗ്രഹിച്ച എന്താണ് ശ്യാമസുന്ദരനെ കാണാൻ പറ്റുന്ന പറയണത്. സത്യ സർവാർത്ഥ സിദ്ധി, എല്ലാ ആഗ്രഹങ്ങളും നടക്കും. വാക് സാമർത്ഥ്യം ഉണ്ടാവും, നമുക്ക് വാക് സാമർത്ഥ്യം, ഐശ്വര്യം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. സാക്ഷാ ദൃശ്യ രാധികേനെ കാണാൻ പറ്റുന്ന. പിന്നെയോ ആ രാധാറാണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ കണ്ണിൽ തത്പ്രിയം ശ്യാമസുന്ദരം, രാധാറാണിക്ക് പ്രിയനായിട്ടുള്ള ശ്യാമസുന്ദരനെ കാണാൻ പറ്റും. പിന്നെ നിത്യേന ഈ രാധാ കൃപാകടാക്ഷം ശിവൻ ചൊല്ലിയ ഈ രാധാ കൃപാകടാക്ഷം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ എന്താണ്, പിന്നെയോ നമുക്ക് ഗോലോകത്തില് ആ വ്രജമണ്ഡലത്തിൽ പ്രവേശിക്കാൻ പറ്റും. നിത്യലീലയില് നമ്മള് ഭഗവാനായിട്ടുള്ള നിത്യലീലയിൽ പ്രവേശിക്കാൻ പറ്റും അല്ലെ. പ്രജാധിപന്റെ കൂടെ, പ്രജാധിപൻ ആരാണ്? ശ്യാമസുന്ദരൻ കൃഷ്ണ ഭഗവാന്റെ കൂടെ അല്ലെ നമുക്ക് നിത്യലീലയിൽ പ്രവേശിക്കാൻ പറ്റും. ഇത് ശിവൻ രാധാറാണിനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ഇതാണ്. അപ്പൊ നമ്മളെന്ത് പാടിയെന്ന് പറയും, നമുക്ക് ഇതൊക്കെ കിട്ടണം അല്ലെ. ശിവൻ ആഗ്രഹിച്ചൊക്കെ നമുക്ക് വ്രജമണ്ഡലത്തിൽ പ്രവേശിക്കണം അല്ലെ. പിന്നെന്താണ്, ശ്യാമസുന്ദരനെ കാണണം, ഗോലോകത്ത് പോകണം. അതിന് നടക്കാൻ പറ്റിയൊരു കാര്യമാണ് നിത്യമായിട്ട് ഈ രാധാ കൃപാകടാക്ഷം നിത്യം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. രാധാകുണ്ടിൽ പോകണമെങ്കിൽ വൃന്ദാവനത്തിൽ പോകണേ രാധാകുണ്ടിൽ ഇങ്ങനെ അരക്കി നിന്നിട്ട് 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതാ പറയുന്നത്.
ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നാൽ ഭീഷ്മ പഞ്ചക വ്രതം സന്തോഷകരമായി വിജയിക്കണം. ശ്രീ രാധേ രാധേ.